പാലക്കാട്ടെ CPM വലിയ പ്രതീക്ഷയിലാണ് NMR റസാക്കിനെ മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും ബിരിയാണി ഉണ്ടാക്കി ആളുകളെയൊക്കെ ആകർഷിച്ചിട്ടുള്ള റസാക്ക് ഇത്തവണ വിജയിക്കുമെന്നൊക്കെയാണ് CPM പ്രതീക്ഷിക്കുന്നത്. പക്ഷേ നമുക്ക് വോട്ടുകളുടെ ഒരു കണക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വെച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് അത്ര എളുപ്പമല്ല. പക്ഷേ കഠിനമായി അധ്വാനിക്കേണ്ടി വരും CPMന് പാലക്കാട് മുന്നോട്ട് വരാൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ ഞാനിന്ന് BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക പരിശോധിക്കുകയായിരുന്നു. BJPയുടെ സ്ഥാനാർത്ഥി പട്ടിക നോക്കുമ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ചിറയൻകീഴ്, ചടയമംഗലം, കൊട്ടാരക്കര, ആലപ്പുഴ, പറവൂർ ഈ 5 മണ്ഡലങ്ങളിലെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥി കോൺഗ്രസ്സുകാരാണ്. അതായത് കോൺഗ്രസ് വിട്ട് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJPയിൽ ചേർന്ന 5 പേരാണ് BJPയുടെ സ്ഥാനാർത്ഥി പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ KPCC എക്സിക്യൂട്ടീവ് അംഗം RS അരുൺരാജ് ഉൾപ്പെടെ BS അനൂപ്, RS അരുൺരാജ് അങ്ങനെ 5 പേർ കയറിയിരിക്കുന്നു. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ തെരഞ്ഞെടുപ്പിൽ ഡീൽ ആരോപണം എന്ന് പറയുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ഒരു അജണ്ട സെറ്റ് ചെയ്യലാണ്. സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ കോൺഗ്രസ് ഈ തെരഞ്ഞെടുപ്പിൽ ശ്രമിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? മുസ്ലിം വോട്ടുകൾ ഭിന്നിച്ചു പോകാതെ മുഴുവൻ UDFലേക്ക് എത്തുക. ഇതാണ് ഈ തെരഞ്ഞെടുപ്പിലെ ഈ ഡീൽ ആരോപണം അല്ലെങ്കിൽ ഡീൽ അജണ്ടയിലൂടെ UDFും കോൺഗ്രസും പ്രധാനമായും ലക്ഷ്യം വയ്ക്കുന്നത്. ഈ ആരോപണം ആദ്യം ഉന്നയിക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. CJP എന്നാണ് രാഹുൽ ഗാന്ധി 2 ആഴ്ച മുമ്പ് കേരളത്തിൽ പ്രസംഗിച്ചപ്പോൾ ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. കേരളത്തിൽ CPMും BJPയും ചേർന്നുള്ള CJP ആണ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പിൽ മുന്നോട്ട് പോകുന്നതെന്ന ആരോപണം ആദ്യം ഉന്നയിക്കുന്ന രാഹുൽ ഗാന്ധിയാണ്. അതിൻ്റെ ചുവട് വെച്ചാണ് ഇന്ന് ഈ നാമനിർദ്ദേശ പത്രിക എല്ലായിടങ്ങളിലും നൽകുന്നതിനിടയിൽ ആദ്യം KC വേണുഗോപാൽ ഈ ഡീൽ ആരോപണം ഉന്നയിക്കുന്നു. അതിന് തൊട്ടു പിന്നാലെ ഷാഫി പറമ്പിലിനെ പോലുള്ള നേതാക്കളൊക്കെ പാലക്കാട്ട് നിന്ന് ഈ ആരോപണം ഉന്നയിക്കുന്നു. പാലക്കാട്ടിലെ NMR റസാക്ക് എന്ന് പറയുന്നത് ഡീലിൻ്റെ ഭാഗമായുള്ള സ്ഥാനാർത്ഥിയാണെന്നാണ് പ്രധാനപ്പെട്ട ആരോപണം.